ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ കുറേ ട്വിസ്റ്റ് നടക്കുന്നതും അഭിമന്യു അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഇതൊന്നും അത്ര ദഹിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അമൃത അവരോടൊന്നും സമ്മതം ചോദിക്കാതെയും ഒരഭിപ്രായം ചോദിക്കാതെയുമാണ് അഭിമന്യുവിന് കഴുത്ത് നീട്ടി കൊടുക്കുന്നതും അഭിമന്യുവിൻ്റെ ഭാര്യയാകുന്നതും ഒക്കെ. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ സഹോദരിമാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് നമ്മുടെ അമൃതയുടെ പോക്കെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ ഇവർ പുറത്തിറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ കലാവധി ഏർപ്പെടുത്തിയ ആൾ ഇവരെ പിടികൂടുന്നതും ഇവരെ അന്യസംസ്ഥാനത്തേക്ക് കടത്താൻ പോകുന്നതും. അപ്പം കലാവധിക്ക് ഒരു ബുദ്ധി, അമൃത എന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അമൃതയുടെ തിരിച്ചു പിടിക്കാൻ, അമൃതയ്ക്കെതിരെ പോരാടാൻ കുറച്ച് ശത്രുക്കൾ നമ്മുടെ കലാവധിക്ക് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവും കലാവധി, അല്ലേ? അപ്പോൾ ആ ഒരു പാതി സ്വത്തുക്കളുടെ ഉടമ കൂടിയാണല്ലോ ഈ സഹോദരിമാർ. അപ്പോൾ ഇവരെ കയ്യിലെടുത്ത് അമൃതയ്ക്കെതിരെ പോരാടി ആ ഒരു സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള പല ലക്ഷ്യങ്ങളാണ് നമ്മുടെ കലാവധി പ്ലാൻ ആക്കുന്നത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും കലാവധി ഇവരെ രക്ഷിക്കുന്നത് പോലത്തെ ഒരു അഭിനയം. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ കലാവധി മുട്ടൻ വിശ്വാസമായി, ഞങ്ങൾ ഇയാളുടെ പിടിയിൽ നിന്നും രക്ഷിച്ചത് കലാവധിയാണല്ലോ, അമൃത ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിശ്വാസം. അങ്ങനെ കലാവധിക്കൊപ്പം നിന്ന് ഇനി ആ ഒരു ചേച്ചിക്കെതിരെ പോരാടാൻ തന്നെയാണ് നമ്മുടെ സഹോദരിമാരുടെ ആ ഒരു ശ്രമം തന്നെ. വളരെ ഒരു മോശം തന്നെയല്ലേ എന്ന് വെച്ചാൽ ഇത്രയും നാൾ അമ്മയെപ്പോലെ വളർത്തിയെടുത്ത ആ ഒരു മക്കള്, അല്ലേ, ആ ഒരു സഹോദരിമാരെ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ ഒരു എന്താ പറയുക, കുറച്ച് ദിവസത്തെ ആ ഒരു നമ്മുടെ സുമേഷും കലാവധിയും കുത്തി കൊടുത്ത ആ ഒരു വിഷം അവർ വിശ്വസിച്ച് അങ്ങോട്ട് ഇറക്കി ഇപ്പം നമ്മുടെ ചേച്ചിക്കെതിരെ പോരാടാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അവർ ആ ഒരു പടുകുഴിയിലേക്ക് വീഴുന്നതിന് മുമ്പ്, ആ ഒരു ചതിയുടെ പടുകുഴിയിലേക്ക് അവർ കലാവധി വീഴ്ത്തുന്നതിന് മുമ്പ് നമ്മുടെ അഭിമന്യുവും അമൃതയും അവരെ രക്ഷിക്കട്ടെ. എന്തായാലും അവർ രക്ഷിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.